എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് നിർത്തിയത് പ്രിയദർശനം എന്ന പാഠഭാഗം ആയിരുന്നു. പ്രിയദർശനം നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിച്ചുകൊള്ളണം. ഇന്നിനിയിപ്പം ഞാൻ പുതിയ പാഠമല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ആദ്യം എടുത്ത പാഠമുണ്ടല്ലോ, ലക്ഷ്മണ സാന്ത്വനം. ഈ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠം പഠിച്ചു വെച്ചിട്ട് കുറച്ച് മാസങ്ങളായല്ലേ. അതിനകത്ത് ഒരു മറവിയൊന്നും ഉണ്ടാവാതിരിക്കാൻ ആ പാഠം ഒന്നോടിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ, അതിനുള്ള ഒരു 20 ക്വസ്റ്റ്യൻ കൂടി തരും. അപ്പോൾ അതിലെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. ആൻസർ പിന്നാലെ ഞാൻ തരുള്ളൂ. നിങ്ങൾ തന്നെത്താൻ ആൻസറൊക്കെ കണ്ടെത്തി വയ്ക്കുക. പഠിപ്പിച്ച പാഠം പഠിച്ചോ എന്നറിയണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു പൊതുവായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ലക്ഷ്മണ സാന്ത്വനം എന്ന ഈ പാഠഭാഗം ആരുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ആരുടെ ഏത് കൃതിയിൽ നിന്നാണ്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നുമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നുമാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത്. അയോധ്യാകാന്ഡം, രാമായണത്തിലെ ഓരോ അധ്യായങ്ങളും ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അതുപോലെ ഓരോരോ കാണ്ഡങ്ങളായിട്ടാണ് കേട്ടോ. അരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഇങ്ങനെ ഓരോരോ കാണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ അയോധ്യാകാന്ഡത്തിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും ഒന്ന് ഓർമ്മിക്കാൻ പറയുന്നേ ഉള്ളൂ. പിന്നെ ഇത് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതാണ്. ആര് സാന്ത്വനിപ്പിക്കുന്നതാണ്? ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത് ആണ് ഈ പാഠഭാഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ നന്നായിട്ട് പഠിച്ചിരുന്നു. അതുകൊണ്ടെല്ലാം നല്ല ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് പാഠം വായിച്ചേക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടൂ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മം. അവിടെ അക്ഷരങ്ങൾ നോക്കി വേണം വായിക്കാൻ കേട്ടോ. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കനീ. ജ്യേഷ്ഠൻ അനുജനോട് വിളിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. വത്സ സൗമിത്രേ. ആരാ ഈ സൗമിത്രി? സൗമിത്രി എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ പുത്രനാണ്, അതായത് നമ്മുടെ ലക്ഷ്മണൻ. ആരാണ് സൗമിത്രി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ്? അത് ലക്ഷ്മണനാണ്. ലക്ഷ്മണനോട് എന്നാ പറഞ്ഞേ? നിൻ്റെ മനസ്സിലുള്ള മതമാത്സര്യാദികൾ, അതിയായ ദോഷ സ്വഭാവങ്ങൾ, മോശം സ്വഭാവങ്ങളല്ലേ, മനസ്സിനെ അലട്ടുന്ന കാമക്രോധ ലോഭ മോഹ മതമാത്സര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കണം. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്. എന്നോട് നിനക്കുള്ളത്ര സ്നേഹം ഈ ലോകത്ത് ആർക്കുമില്ല എന്നും എനിക്കറിയാം. അതേപോലെ എന്തും കൂടി അറിയാം, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്കനീ. നിന്നാൽ അസാധ്യമായി, സാധിക്കാൻ വയ്യാത്തതായി ഒരു കർമ്മവും ഇല്ല, എങ്കിലും നീ ഇതൊന്ന് കേൾക്കണം. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തം അതല്ലായെങ്കിൽ എന്തിനാൽ ഫലം. അതായത് ഭൗതികമായ സമ്പത്ത്, ഈ ലോകത്ത് നമുക്കൊരുപാട് സമ്പത്തുകൾ കാണും അല്ലേ. ദൃശ്യമായുള്ള രാജ്യം, അതായത് രാജ്യം മീൻസ് രാജ്യം, സ്വത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകും, രാജ്യാവകാശം ഉണ്ടാകും, രാജാവെന്ന സ്ഥാനം ഉണ്ടാകാം, അതുപോലെ നല്ല സൗന്ദര്യം, ശരീരം, ബാഹ്യം മുതലുകൾ എല്ലാം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ സത്യമാണോ, എന്നും നിലനിൽക്കുന്നതാണോ? അല്ല എങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഫലം? അനുജനിലേക്ക് ആധ്യാത്മിക ചിന്താഗതികൾ കൊണ്ടുവരികയാണ് ശ്രീരാമൻ. ശ്രീരാമനിലൂടെ ഈ ലോകത്തിന് മഹത്തായ തത്വോപദേശം നൽകുകയാണ് എഴുത്തച്ഛൻ. അതാണ് നല്ല തത്വോപദേശങ്ങൾ ജനങ്ങൾക്കായി കവി നൽകുന്നതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കനീ.
വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന. വായിക്കാൻ അറിയാൻ വയ്യാത്തൊരൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ. വഗ്നി സന്തപ്ത ലോഹസ്ത അംബു ബിന്ദുന. ഞാനിതൊന്നും വിശദമായിട്ട് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് ഓർക്കാൻ വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. സുഖങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെ, ഒരു മിന്നൽ പോലെ അല്പസമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആയുസ്സാണെങ്കിലും അതുപോലെ പെട്ടെന്ന് തന്നെ നഷ്ടമാകും. നമ്മുടെ ജീവിതം എപ്രകാരം മാത്രമാണ്, ക്ഷണഭങ്കുരമാണ്. ഒരു ക്ഷണ നേരത്തേക്ക് മാത്രമേ ജീവിതമുള്ളൂ. നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ എത്ര സമയം ജീവിക്കുമെന്ന്? ഒന്നുമില്ലല്ലോ. അപ്പോൾ വഗ്നി സന്തപ്ത ലോഹസ്ഥ അംബുബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? ചുട്ടുപഴുത്ത ഒരു ലോഹത്തകിടിലേക്ക് വെള്ളത്തുള്ളി വീഴുമ്പോൾ അതെത്ര സമയം നിലനിൽക്കും? ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ? അടുപ്പിൽ ദോശക്കല്ല് നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ അതിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴിച്ചാൽ എന്താ അനുഭവം എന്ന് കണ്ടിട്ടുണ്ടോ? അതുപോലെ എന്ന് പറഞ്ഞാൽ ക്ഷണം മാത്രമേ നമ്മുടെ ആയുസ് ഭൂമിയിൽ ഉള്ളൂ. മനുഷ്യജന്മം എന്ന് പറയുന്നത് അല്പമാത്രം ദൈർഘ്യമുള്ള ഒന്നാണ്. നമുക്കറിയില്ല അതിൻ്റെ ദൈർഘ്യം എത്രമാത്രമാണെന്ന്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാ ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ദർദുരം എന്ന് പറഞ്ഞാൽ തവള. ചക്ഷുശ്രവണനാരാ? പാമ്പ്. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള പിന്നെയും പിന്നെയും ഭക്ഷണത്തിന് വേണ്ടി കരയും. അതിനറിയില്ല അതിനെ പാമ്പ് വിഴുങ്ങുകയാണെന്ന്. പിന്നെ അതിനെന്തിനാ ഭക്ഷണം? ഇതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യവും. നമ്മളാണല്ലോ, നമ്മൾ കാലമാകുന്ന അഹി എന്ന് പറഞ്ഞാലും ഈ പാമ്പ് തന്നെ. കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ വിഴുങ്ങപ്പെട്ടിരിക്കുകയാണേ. അവിടെ ഇരുന്നിട്ട് നമ്മളറിയുന്നില്ല നമ്മളെ ഈ കാലം ഏത് സമയം വേണമെങ്കിലും വിഴുങ്ങുമെന്ന്. അതറിയാതെ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ സുഖത്തിനോടുള്ള അലച്ചിൽ ഒരിക്കലും തീരുകയില്ല. എന്നാൽ നമ്മൾ തന്നെ ഏത് സമയവും ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാവാം എന്ന സത്യം ആരുമൊട്ട് മനസ്സിലാക്കുന്നതും ഇല്ല. പഠിച്ചതല്ലേ, ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ പറയുമ്പം. അതെ, ബാക്കി പുത്ര മിത്ര അർത്ഥ കളത്ര ആദി സംഗമം. വാക്കുണ്ടോ? പുത്ര മിത്ര അർത്ഥ കളത്രം ആദി. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം. ഇതുപോലെയുള്ള വാക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് വായിച്ച് തന്നേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പുത്രൻ, മിത്രം, അർത്ഥം, അർത്ഥം പണം, കളത്രം ഭാര്യ. ഇവരുമായിട്ടൊക്കെയുള്ള പുത്രം, മിത്രം, അർത്ഥം, കളത്രം ഇതുമൊക്കെ ആയിട്ടുള്ള സംഗമം എന്ന് പറയുന്നത്, അതായത് നമുക്ക് നമ്മുടെ പുത്രനോ കൂട്ടുകാരനോ നമ്മുടെ പണമോ നമ്മളോടൊപ്പമുള്ള ഭാര്യയോ ഇതൊക്കെ എല്ലാ കാലവും ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ബന്ധമൊക്കെ എപ്പോൾ വേണമെങ്കിലും തീർന്നിരിക്കാം. ഇന്നെല്ലാം കാണും, ചിലപ്പോൾ നാളെ ഒന്നും കാണില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എത്രയും അല്പകാലസ്ഥിതം ഓർക്ക് നീ. വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ജീവിതം നിലനിൽക്കുന്നുള്ളൂ, നമ്മുടെ സുഖം നിലനിൽക്കുന്നുള്ളൂ, നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. നമുക്കെല്ലാം ഉള്ളപ്പം നമ്മൾ മിടുക്കരാ. പക്ഷെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ അപ്പോഴേ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അറിയണം. ഈ ബന്ധങ്ങളൊന്നും എല്ലാ കാലത്തും നിൽക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാ കാലവും നിലനിൽക്കത്തക്ക രീതിയിലുള്ളത് ആവണം എന്ന്. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ തന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. പാന്തർ, പാന്തർ ആരാ? വഴിയാത്രക്കാർ. പാന്തർ പെരുവഴിയമ്പലം, സത്രം അറിയാമല്ലോ ഇതൊക്കെ. പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി, ക്ഷീണിതരായി കഴിയുമ്പോൾ വഴിയാത്രക്കാർ പെരുവഴിയമ്പലത്തിൽ ഒന്നിച്ചു കൂടും അല്ലേ, അല്ലെങ്കിൽ കയറി വിശ്രമിക്കും. ക്ഷീണം മാറിക്കഴിയുമ്പം എല്ലാവരുടെയും ലക്ഷ്യമനുസരിച്ച് പല വഴിക്ക് പിരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കുള്ള ഒരു കൂട്ടിമുട്ടൽ, അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധം ഒന്നിച്ച് കൂടി കഴിയുക എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ബന്ധമല്ല. ലോകയാത്രയിൽ ഈ
ക്ഷീണിതരായ വഴിയാത്രക്കാരെ പോലെ ഒന്നിച്ച് കണ്ടുമുട്ടുന്നു നമ്മളെല്ലാവരും കൂടി. പക്ഷേ വഴിയാത്രക്കാർ പിരിഞ്ഞു പോകുന്നത് പോലെ നമ്മളിൽ നിന്നും ഓരോരുത്തരായി ഓരോ സമയങ്ങളിൽ പിരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നദ്യാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നദിയിലൂടെ ഒഴുകുന്ന വിറക് കഷ്ണങ്ങൾ, തടി കഷ്ണങ്ങൾ കരയ്ക്കടിയുകയോ അടിയാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതം ഇന്ന് കാണുന്നവരെ നാളെ കണ്ടുമുട്ടും എന്നുറപ്പൊന്നുമില്ല. ചിലപ്പോൾ കണ്ടുമുട്ടും, ചിലപ്പോൾ കണ്ടുമുട്ടാതെയും ഇരിക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരുമായിട്ട് ഒന്നിച്ചു കൂടും, പക്ഷേ നാളെ നമ്മൾ കണ്ടുമുട്ടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. അതാണ് ജീവിതത്തിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥയാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. അതുപോലെ നമ്മൾ ഇന്ന് ഭയങ്കര പ്രതാപിയായിരിക്കും, പണം ഉണ്ടായിരിക്കും, മറ്റു സൗകര്യങ്ങളുണ്ടാകും, നമ്മൾ മിടുക്കരായിരിക്കും. പക്ഷെ അതൊക്കെ സ്ഥിരമാണോ? അല്ല, അസ്ഥിരമാണ്. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അതേപോലെ തന്നെയാണ് വേർഡ്സിൻ്റെ അർത്ഥം തന്നേക്കുന്നത്, പര്യായം തന്നേക്കുന്ന എല്ലാം നോട്ട്ബുക്കിൽ നോക്കി ഒന്നുകൂടി പഠിച്ചോളണം കേട്ടോ. അതെല്ലാം ഒന്നും ഇപ്പോൾ പറയുന്നില്ല, ബുക്കിലുണ്ട്, പഠിച്ചോളണം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. നമ്മുടെ ഐശ്വര്യം നമ്മൾക്ക് സ്ഥിരമല്ല. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അതേപോലെ നമ്മൾ ഇന്ന് യുവാവാണ്, സുന്ദരനാണ്, സുന്ദരിയാണ്, നമ്മളെല്ലാം തികഞ്ഞവരാണ്, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെയുള്ള ഭാവം നമുക്കുണ്ടാവും. നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെ ആവുകയും ചെയ്യും. പക്ഷേ നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. അതൊന്നും സ്ഥിരമല്ല. അതായത് ഇന്നത്തെ സൗന്ദര്യത്തിലോ ഇന്നത്തെ പ്രതാപത്തിലോ ഇന്നത്തെ പണത്തിലോ ഐശ്വര്യത്തിലോ ഒന്നും അഹങ്കരിച്ച് മനുഷ്യൻ ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ പാടില്ല. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്കൽ ലക്ഷ്മണ. നൃണാം മനുഷ്യർക്ക് കളത്ര സുഖം, ഭാര്യയാലുള്ള സുഖം, ഇതൊക്കെ എങ്ങനെയാണ്? സ്വപ്നസമാനം, അതായത് എല്ലാവരിൽ നിന്നും എല്ലാവരെയും എല്ലാ കാലത്തും കിട്ടുമെന്നും എല്ലാവരോടൊപ്പവും സുഖമായി എല്ലാ കാലവും ജീവിക്കാമെന്നും വിചാരിക്കുന്നതൊക്കെ വെറുതെ, അതൊരു സ്വപ്നം പോലെയേ ഉള്ളൂ. കുറച്ചു കാലം നമ്മൾ സുഖമായി ജീവിച്ചാൽ അതൊരു സ്വപ്നം, നല്ല സ്വപ്നം കണ്ടതുപോലെ അത്രയേ ഉള്ളൂ. അല്പമായുസ്സും നിരൂപിക്കൽ ലക്ഷ്മണ. അല്ലയോ ലക്ഷ്മണ, ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ. നമ്മളുടെ ആയുസ്സൊക്കെ നിൽക്കുന്ന നിപ്പിലില്ലാണ്ടാകാൻ പറ്റുന്നതല്ലേ? രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. അതായത് എല്ലാ കാമക്രോധ ലോപമോഹം എല്ലാ രാഗങ്ങളും ഉള്ള ഈ ലോകം, രാഗാതി സങ്കുലമായുള്ള ലോകം, ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം, എല്ലാവിധ വികാരങ്ങളും ഉള്ള മനുഷ്യൻ്റെ ഈ ജീവിതം ആകെ നിരൂപിക്കുകയാണെങ്കിൽ സ്വപ്നത്തിന് സമാനം മാത്രമാണ്. ഇനി ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട്, വാക്കുകൾ വായിക്കാനൊന്ന് നോക്കിക്കൊള്ളുക. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. അതായത് ദേഹത്തിലുള്ള അഹങ്കാരം കൊണ്ട് മനുഷ്യനെ ഓരോന്നൊക്കെ ചിന്തിക്കും. എന്നതാ ചിന്തിക്കുന്നത്? ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്. നരേന്ദ്രോഹം, ഞാൻ രാജാവാണ്. അഢ്യോഹം, ഞാൻ അഢ്യനാണ്. ഇങ്ങനെയൊക്കെ ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. വീണ്ടും വീണ്ടും ഞാൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാട്ടിലും ഏറ്റവും മുൻനിരയിലുള്ള വർണ്ണവ്യവസ്ഥയിൽ ഒന്നാമത് നിൽക്കുന്ന ആളുകളല്ലേ. ഞാൻ ബ്രാഹ്മണനാണ്, അപ്പോൾ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനാണ് ഭൂമിയിലെ ദേവൻ എന്നൊക്കെ പറഞ്ഞ് അഭിമാനവും അഹങ്കാരവും ഒക്കെ ഉണ്ടായിരിക്കാം ചിലർക്ക്. ചിലർ രാജാക്കന്മാരെ, ഞാൻ രാജാവാണല്ലോ എന്നുള്ള ഭാവം ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കുഴപ്പം പറ്റുന്നത്. എന്താ കുഴപ്പമെന്നറിയാവോ? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. ചിലപ്പോൾ നിൽക്കുന്ന നിപ്പിലായിരിക്കും നമ്മളെ ഏതെങ്കിലും ജന്തുക്കൾ ഭക്ഷിച്ച് കഷ്ടിച്ചു പോകും. അല്ലെങ്കിൽ വെന്തു വെണ്ണീറായി, ഒരു നിമിഷം മതിയല്ലോ, ഒരു അപകടം വന്നാൽ മതിയല്ലോ, വെന്തു വെണ്ണീറായിട്ട് ചാരമായി തീർന്നും പോകാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവാം. ഇനി മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. നമ്മുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. മനുഷ്യനെന്ന് പറയുന്നത് ഏതു സമയവും മരണം സംഭവിക്കാം.
നമ്മുടെ ദേഹമെന്ന് പറഞ്ഞത് കൃമികൾക്ക് ആഹാരമായി മാറാം, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ആ അവസ്ഥയിൽ നമ്മുടെ ശരീരം കൃമിയായി എത്ര പോവാനും അധിക സമയമൊന്നും വേണ്ട. ഇന്ന് രാജകീയ പ്രൗഢിയിൽ കഴിയുന്ന ആളായിരിക്കും നാളെ മണ്ണോട് മണ്ണാകുന്നത്. അപ്പോൾ ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ദേഹം നിമിത്തമുള്ള അഹംഭാവം, മോഹങ്ങളൊന്നും നല്ലതല്ല. ഇവിടെ എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇവിടെ രാമൻ രാജാവാകാൻ ഉള്ള സാഹചര്യങ്ങളെല്ലാം അടുത്ത് കഴിഞ്ഞപ്പോഴാണ് രാമന് കാട്ടിലേക്ക് പോകേണ്ടതായ ആവശ്യം വന്നത്, അല്ലേ? ഈ സമയം അച്ഛനെ പോലും വധിച്ചു കളയാനുള്ള ദേഷ്യമായിരുന്നു ലക്ഷ്മണന്. അതുകൊണ്ടാണ് രാമൻ ചോദിക്കുന്നത്, എന്തിനാ അധികാരങ്ങൾ, എന്തിനാണ് സ്വത്ത്, ഇതൊക്കെ നിൽക്കുന്ന നിപ്പിൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ? പിന്നെ നമ്മൾ ഇതിനു വേണ്ടി മോഹിക്കണം? ആ ഒരു രീതിയിൽ തത്വചിന്ത പോകുന്നതാണേ. ത്വങ് മാംസ രക്താസ്തി വിൺമൂത്ര രേതസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്തൊക്കെയാണെന്നുള്ളത്, അല്ലേ? ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വിൺമൂത്ര, രേതസ്, ഇതിനാലെല്ലാം നിർമ്മിതമാണ് നമ്മളുടെ ശരീരം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മളുടെ ശരീരം അത് ഏത് സമയവും അതിൽ തന്നെ ലയിക്കാൻ സാധ്യതയുണ്ട്. മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള ഒന്നേതാധ്രുവം. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഏത് സമയവും മാറ്റങ്ങൾക്ക് വിധേയമാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം എന്ന് പറയുന്നത് 5 തന്നെ ലയിക്കും ഏത് സമയവും. മരണം നമ്മോടൊപ്പമുള്ള കൂട്ടുകാരനാണ്. ദേഹാഭിമാന നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്ന് അറിയുക നീ ലക്ഷ്മണ. അപ്പോൾ നീയും ഈ ലോകത്തെ ദഹിപ്പിക്കാൻ പോലും തയ്യാറായി. രാമന് അധികാരം കൊടുക്കാതെ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയും ഭരതനെ രാജാവാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതൊക്കെ ആ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ നീ ഒരുപാട് ദേഷ്യപ്പെട്ടു, അച്ഛനെ പോലും വധിക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ എന്താ കാര്യം? ഇല്ലായെന്നറിയുക നീ ലക്ഷ്മണ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചിന്താഗതികൾ ഉണ്ടാവുകയില്ല. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹത്തിൽ അഭിമാനിക്കുന്ന ആളുകൾക്ക്, അല്ലേ, ഭൗതിക ജീവിതത്തിൽ ഭ്രമിക്കുന്നവർക്കാണല്ലോ ദേഹാഭിമാനം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് രോഷേണ ദോഷങ്ങളൊക്കെ സംഭവിക്കും. എന്തുകൂടിയായി കഴിയുമ്പോൾ രോഷേണ, ഭൗതിക ജീവിതത്തിൽ ആസക്തി പൂണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് രോഷം സംഭവിക്കും, അല്ലേ? രോഷം ഉണ്ടാവും, ക്ഷമിക്കാൻ ശക്തിയില്ലല്ലോ. അങ്ങനെ കൂടി വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ശരീരത്തിൽ മനുഷ്യന് അദമ്യമായ ആഗ്രഹം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ദേഹമാണ്, ഞാൻ എന്ന ആ ഭാവമുണ്ടല്ലോ, ആ ഭാവം എന്ന് പറയുന്നത് ശരീരത്തിലും സമ്പത്തിലും അധികാരത്തിലും ഒക്കെയുള്ള ഭ്രമം വരുമ്പോഴാണ്. ആ ബുദ്ധി എന്ന് പറയുന്നത് ശരിക്കും നല്ല അറിവിൽ നിന്ന് വരുന്നതല്ല. പിന്നെ എന്തിൽ നിന്ന് വരുന്നതാ? മോഹത്തിൻ്റെ മാതാവായ അവിദ്യ, നമ്മളെ ആവശ്യമില്ലാതെല്ലാം ആഗ്രഹിപ്പിക്കുന്ന ആ വിദ്യയല്ല, അവിദ്യയുടെ ഫലമായിട്ടാണ് നമുക്ക് മോഹങ്ങൾ ഉണ്ടാകുന്നത്, അമിതമായ ആഗ്രഹങ്ങൾ വരുന്നത്. ഞാൻ എന്നുള്ള ഭാവം തന്നെ ഉണ്ടാവുന്നത് ഈ അവിദ്യയുടെ, അറിവില്ലായ്മയുടെ ഫലമാണ്, അറിവിൻ്റെ ഫലമല്ല. ദേഹം അല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് വാക്ക് കിട്ടിയോ? ദേഹമല്ല ഓർക്കിൽ, ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. അതായത് എന്നെന്നും നിലനിൽക്കുന്നത് ശരീരമല്ല, ആത്മാവാണെന്നും. മോഹൈക ഹന്ത്രിയായുള്ളത്, മോഹങ്ങളെ നശിപ്പിക്കുന്ന, ആഗ്രഹങ്ങൾ ഇല്ലാതെയാക്കുന്നതും ആത്മാവാണ് സ്ഥിരമായിട്ടുള്ളത്, ശരീരമല്ല എന്നുള്ള ബോധം നമ്മിലുണ്ടാക്കുന്നതും ആരാണ്? വിദ്യയാണ്. വിദ്യ, അറിവ്, പാണ്ഡിത്യം. നല്ല അറിവ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ
ഉണ്ടാവുകയില്ല. അപ്പോൾ ദേഹത്തിലുള്ള അഹംഭാവം ഉണ്ടാകാതെ മോഹങ്ങളെയെല്ലാം നശിപ്പിച്ച് യഥാർത്ഥ ജീവിതം ആത്മാവാണ് എന്നും സ്ഥിരമായുള്ളത് എന്ന് വിചാരിച്ചൊരു വ്യക്തി ജീവിക്കണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടാകണം? വിദ്യയുണ്ടാകണം. അപ്പം മോഹൈക ഹന്ത്രിയായുള്ളത് എന്താണെന്ന് വെച്ചാൽ വിദ്യ. മോഹമാതാവോ ആ വിദ്യ. തെറ്റരുത് കേട്ടോ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. സംസാരകാരിണി ഈഹലോകത്തിലെ ജീവിതത്തിന് കാരണമായിട്ടുള്ളത് തന്നെയാണ്. ഇഹലോക ജീവിതത്തിലെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൂടിയ ഒരു ജീവിതം. ഈ ഭൂമിയിൽ ഇങ്ങനെ എനിക്കിവിടെ തന്നെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു മോഹം ഉണ്ടാകുന്നത് അവിദ്യയുടെ ഫലമായിട്ട്. സംസാരകാരിണിയായത് എന്താണെന്ന് വെച്ചാൽ അവിദ്യ. എന്നാൽ സംസാരനാശിനിയായത് അങ്ങനെയുള്ള ഒരു മോഹമില്ലാതെ ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ വളർന്ന് ഈശ്വരനിൽ ലയിക്കാനുള്ള ആഗ്രഹവുമായി എന്നെന്നും നിലനിൽക്കുന്ന ആത്മാവിനെ ഈശ്വരനായി കണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതാണ് സംസാരനാശിനിയായത് വിദ്യയാണ്. അപ്പോൾ സംസാരകാരിണിയായത് എന്താണെന്ന് വെച്ചാൽ വിദ്യ, സംസാരനാശിനിയായത് എന്താണെന്ന് ചോദിച്ചാൽ വിദ്യ, മോഹമാതാവ് എന്താണെന്ന് ചോദിച്ചാൽ അവിദ്യ, മോഹൈക ഹന്ത്രി. മോഹൈക ഹന്ത്രി എന്ന് പറഞ്ഞാൽ മോഹത്തെ നശിപ്പിക്കുന്നതാണ് കേട്ടോ. മോഹത്തെ നശിപ്പിക്കാനുള്ള ഏക സാധനം എന്ന് പറയുന്നത് വിദ്യയും ആണ്. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ, മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യണം. നല്ല അറിവ് ഏകാഗ്രമായ മനസ്സോടുകൂടി നേടിയെടുക്കണം. അറിവ്, വിദ്യ എന്നത് ഉദ്ദേശിക്കുന്നത് നല്ല പാണ്ഡിത്യമാണ്, എല്ലാ തരത്തിലും ഉള്ള അറിവ്. തത്ര അപ്രകാരം വിദ്യ നേടിയെടുത്താൽ, യഥാർത്ഥ അറിവ് ആർജിച്ചു കഴിഞ്ഞാൽ തത്ര അവിടെ എന്ത് സംഭവിക്കും? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം ആദിയായ ശത്രുക്കളുണ്ടല്ലോ, നമ്മെ വിഴുങ്ങാനുള്ള നമ്മുടെ ശത്രുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇതെല്ലാം കേട്ടോ. കാമമുണ്ട്, ക്രോധമുണ്ട്, ലോഭമുണ്ട്, മോഹമുണ്ട്, മതമുണ്ട്. ഇങ്ങനെയുള്ള ഷഡ് ദോഷങ്ങൾ അതൊക്കെ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികൾ എല്ലാം എന്താകും? ശത്രുക്കളാകും. അതായത് ശരിയായ അറിവുള്ള വ്യക്തിക്ക് ഈ തരത്തിലുള്ള വികാരങ്ങളെ അടക്കാനുള്ള കഴിവുണ്ടാകും. അവരോടൊപ്പം ഒരിക്കലും ഈ വിധ വികാരങ്ങൾ കാണുകയില്ല. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധം മറികടോ. അതേപോലെ ഇങ്ങനെ ദേഹത്തിൽ അഭിമാനിക്കുന്നവർക്ക് ക്രോധം വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പം മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തി, നമ്മുടെ മോക്ഷത്തിന് തടസ്സം വരുത്തുന്നത് ആരാണ്? എന്താണെന്നറിയാവോ? ശരിയായ രീതിയിൽ ഒരു വ്യക്തിക്ക് ജീവിച്ച് മോക്ഷം ലഭിക്കണമെങ്കിൽ മനസ്സും പക്വമാകണം, ചിന്താഗതികൾ പക്വമാകണം, പ്രവൃത്തികൾ പക്വമാകണം, അല്ലേ? ഇതൊന്നുമില്ലാതെ ക്രോധം എന്ന് പറയുന്ന ആ ഒരു വികാരം നമ്മെ അടക്കി ഭരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നേരായ മാർഗത്തിൽ പോകാൻ ഒക്കുമോ? എത്തേണ്ട പോലെ എത്താൻ ഒക്കുമോ? ഉദ്ദേശിക്കുന്നതാണോ പ്രവർത്തിക്കുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ ക്രോധം എന്ന് പറയുന്ന ആ ഒരു വികാരം ശരിക്കും നമ്മുടെ മോക്ഷത്തിന് തടസ്സക്കാരനാണ്. നമുക്കൊരു നല്ല ജന്മമല്ല, നമ്മുടെ ആയുസ്സിന് ഒരു നന്മയോ തരികയില്ല. അതുകൊണ്ട് ക്രോധത്തെ ഉപേക്ഷിക്കണമെന്ന് അനുജനോട് ഉപദേശിക്കുക. മാതാ, പിതൃ, ഭ്രാതൃ, മിത്ര, സഖികളെ. മാതാവ്, പിതാവ്, ഭ്രാതാവ്, സഹോദരൻ, മിത്രം, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ളവരെ എല്ലാം ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപ്പുമാൻ. നമ്മൾ ഈ അടുത്ത നാളിൽ പത്രവാർത്ത എടുത്ത് നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ, അല്ലേ? ദേഷ്യം വന്നു കഴിയുമ്പം വീണ്ടും വിചാരം ഇല്ലാതെ വന്നു കഴിയുമ്പം ഇത്രയും അടുത്ത കാലം വരെ കണ്ടിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ കൊല്ലുന്നതായിരുന്നു. ഇപ്പം എന്താ പോയി അമ്മയെ മകൻ കൊല്ലുന്നു, അച്ഛനെ മകൻ കൊല്ലുന്നു, വേണ്ട അല്ലേ? എല്ലാ തരത്തിലുള്ള കൊല, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവവും ഇന്നിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിൻ്റെയും കാരണക്കാരൻ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രോധമാണ്, കോപമാണ്, രോഷമാണ്. അതുകൊണ്ട് മനുഷ്യൻ ആദ്യമായിട്ട് നമ്മിലെ കോപത്തെ അടക്കാൻ ശീലിക്കണം.
കുട്ടിക്കാലം മുതൽ അതിന് ശീലം ഉണ്ടാവണം. നിങ്ങളൊക്കെ ആണെങ്കിലും ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ എന്തൊക്കെയാ ചെയ്തെന്നല്ലേ, ആ ദേഷ്യമൊക്കെ അങ്ങ് കുറയ്ക്കണം. ദേഷ്യം നമ്മളെ ഈ തരത്തിലൊക്കെ കൊണ്ട് നശിപ്പിക്കുമെന്ന് വിചാരിക്കണം. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ആപത്തുകളും വരുത്തി കൂട്ടുന്നത് ഒരു നിമിഷ നേരത്തെ കോപം കൊണ്ടായിരിക്കും അല്ലേ. പിന്നെ എന്ത് ചിന്തിച്ചാലും തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടത് ശ്രദ്ധിക്കണം. ഇപ്പം ജ്യേഷ്ഠൻ അനുജനെ ഉപദേശിക്കുന്നു. നമുക്ക് കവി നൽകുന്ന തത്വോപദേശമായി ഇതിനെ നമ്മൾ എടുക്കണം. ക്രോധം മൂലം മനസ്താപം. ഇത് കഴിഞ്ഞിട്ടോ ക്രൂരതയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും? ഒരിക്കലെങ്കിലും ഇല്ല. പിന്നെ എന്നും ദുഃഖമായിരിക്കും. ക്രോധം മൂലം നൃണാം സംസാര ബന്ധനം. നമുക്ക് ഈ ലോകത്ത് നിന്നുള്ളൊരു മോക്ഷമോ മോചനമോ ഒന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ നിന്നും സങ്കടപ്പെട്ട് കിടക്കേണ്ടി വരും. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം അല്ലേ. ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത്, നന്മകളെ ഇല്ലാതാക്കുന്നതും ക്രോധമാണ്. അതുകൊണ്ട് ക്രോധം പരിത്യജിക്കണം ബുധജനം. ആരാ? നല്ല അറിവുള്ള ആളുകളെ എന്ത് ചെയ്യണം? കോപത്തെ ഉപേക്ഷിക്കണം. പഠിച്ച പാഠമായതുകൊണ്ട്, നന്നായി പഠിച്ച പാഠമായതുകൊണ്ട് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടി വായിച്ച് നോക്കിയാൽ എന്തെങ്കിലും മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ചെടുക്കാം. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് ഈ ക്ലാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ പാഠത്തെ ഒട്ടും നിസ്സാരമായിട്ട് കാണരുത്. വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പാഠമാണ് ഈ പാഠം. അത് നന്നായി പഠിക്കണം. അതിനുവേണ്ടിയാണ് ഈ വിലപ്പെട്ട ഈ സമയം ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി എടുത്തത്. ഇനി നിങ്ങൾക്ക് തരാൻ പോണത് ഈ പാഠത്തിൽ നിന്ന് ഒരു 20 വൺ വേർഡ് ആൻസറിൻ്റെ ക്വസ്റ്റ്യനാണേ. നിങ്ങളുടെ കയ്യിൽ ആൻസറൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അന്നും പറഞ്ഞതാണ്, പഠിപ്പിച്ചപ്പോഴും പറഞ്ഞതാണ് നിങ്ങൾ കണ്ടെത്തണമെന്ന്. ഇപ്പം ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് വെക്കണം. ഞാൻ എപ്പോഴെങ്കിലും പിന്നീട് ഇതുപോലെ ആൻസർ തരും. അപ്പോൾ നിങ്ങൾ എഴുതിയത് നിങ്ങൾ നോക്കണം. ക്വസ്റ്റ്യൻ: ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഇതാണേ, ഇതൊരു ടെസ്റ്റ് പേപ്പറാണ്. ഇതാ പറഞ്ഞേക്കാം, ഒന്ന് വായിച്ചേക്കാം, നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളണം. ഇതിൽ നോക്കി സൗമിത്രി ആരാണ്? നിങ്ങൾക്കറിയാം അല്ലേ. 2 ക്ഷണപ്രഭ ചഞ്ചലമായിട്ടുള്ളത് എന്താണ്? പുസ്തകം നല്ലവണ്ണം നോക്കിക്കൊണ്ട് തന്നെ ആൻസർ എഴുതണം. ക്ഷണഭങ്കുരം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്തിനെയാണ്? അടുത്തത്, മർത്യജന്മത്തെ എന്തിനോടാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത്? എങ്ങനെയുള്ള ലോകമാണ് ഭോഗങ്ങൾ തേടുന്നത്? ഒക്കെ കിട്ടത്തില്ലേ? അല്പകാലസ്ഥിതം എന്ന് കവി പറയുന്നത് എന്തിനെയാണ്? നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം എന്ത്? നന്നായിട്ട് വായിച്ച് നോക്കിയാൽ മതി, കിട്ടും കേട്ടോ. പിന്നെ സ്വപ്നസമാനം ആയിട്ടുള്ളത് എന്താണ്? ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹം കൊണ്ട് എന്ത് ചെയ്യുവാനാണ് ലക്ഷ്മണൻ തുനിഞ്ഞത്? ദേഹാഭിമാനികൾക്ക് ദോഷങ്ങൾ വന്നു ഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അടുത്തത്, മോഹമാതാവായിട്ടുള്ളത് എന്താണ്? 12 മോഹൈക ഹന്ത്രിയായുള്ളത് എന്താണ്? 13 സംസാരകാരിണിയായത് എന്താണ്? 14 സംസാരനാശിനിയായത് എന്താണ്? 15 മുക്തിക്ക് വിഘ്നം വരുത്തുവാനുള്ള ശക്തി എന്തിനാണ് ഉള്ളത്? 16 സംസാരബന്ധനത്തിന് കാരണം എന്താണ്? 17 ധർമ്മത്തെ ക്ഷയിപ്പിക്കാനുള്ള ശക്തി എന്തിനാണുള്ളത്? 18 ക്രോധം പരിത്യജിക്കണം ആര്? 19 പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് മൗലികമായ ഒരു കാവ്യശൈലിക്ക് രൂപം നൽകിയ കവി ആരാണ്? കവിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വായിച്ച് നോക്കണേ. എഴുത്തച്ഛൻ്റെ ജീവിതകാലം ഏത് നൂറ്റാണ്ടാണ്? വളരെ സിമ്പിളായിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ്. പാഠം പഠിച്ച നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷമമുള്ള കാര്യമേ അല്ല. പക്ഷേ പുസ്തകം മാറ്റി വെച്ചിട്ടെഴുതരുത്. പുസ്തകം അടുത്ത് വെച്ച് നോക്കി കറക്റ്റായിട്ടുള്ള ആൻസർ വേണം എഴുതി സൂക്ഷിക്കാൻ. ഞാൻ പിന്നീട് ഇതിൻ്റെ ആൻസർ തരും. അപ്പോൾ നിങ്ങൾ നോക്കണം എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ശരി കേട്ടോ. എന്നാൽ പിന്നെ
ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പാഠവുമായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.